ഭൂരഹിതരെയെല്ലാം ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ പട്ടാമ്പി നിയോജക മണ്ഡലം തല പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യത്തിൽ സംഘടിപ്പിച്ച പട്ടയ മിഷന്റെ ഭാഗമായാണ് പട്ടയങ്ങളുടെ വിതരണം നടന്നത്. പട്ടാമ്പി നിയോജക മണ്ഡലം തല പട്ടയ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. 104 പട്ടയങ്ങളാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ്. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4,09,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ 4 വർഷക്കാലം കൊണ്ട് 2,23,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ്. കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം ദർശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ്. സംസ്ഥാനത്തെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂവുടമകളാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മുഹസിൻ MLA പട്ടയ വിതരണം നിർവഹിച്ചു. ഇനി ഏതാനും കുറച്ചും കൂടെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കിന് അതാത് മാസം അപേക്ഷ കൊടുത്താൽ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. മാത്രമല്ല ഈ റവന്യൂ വകുപ്പിന്റെ മറ്റൊരു പുതിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ പട്ടയങ്ങൾ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ, എ ആനന്ദവല്ലി, ഡെപ്യൂട്ടി കളക്ടർ ബിന്ദു, തഹസിൽദാർ ടി.പി. കിഷോർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.